അപ്പം നമ്മൾ ഇപ്പം അറിയാമല്ലോ, ഇപ്പം ഗോൾഡ് തന്നെ അത് റിയൽ ഗോൾഡ് ആവണമൊന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വ്യക്തി ക്ലെയിം ചെയ്യാണ്, ഓക്കെ ഞാൻ ഇത്ര പവൻ സ്വർണ്ണം ഇട്ടിട്ടുണ്ട്, പക്ഷേ നമ്മൾ പല കേസിലും കാണാറുണ്ട്, ചിലപ്പോൾ അത് സ്വർണ്ണം ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ വീട്ടിലുള്ളവരുടെ ബുദ്ധിമുട്ട് കാരണം, പെൺകുട്ടിയുടെ വീട്ടിലുള്ള ബുദ്ധിമുട്ട് കാരണം തന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് അവർ അടുത്ത ദിവസം വന്നൊക്കെ മേടിച്ചോണ്ട് പോകും. അത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഒന്നും അറിയാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനിലാണ് അതൊരു പ്രോബ്ലമായിട്ട് വരികയും പിന്നെ അത് കോടതി കയറപ്പം അതൊക്കെ പിന്നെ എങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റും? അത് നമ്മളെ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലും കോടതി ആ മുൻപിൽ വരുന്ന എവിഡൻസിൻ്റെയും അത് എത്രത്തോളം പ്രൂവ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് പൂർണ്ണമായിട്ടും അലോ ചെയ്യാറില്ല. എല്ലാ കേസുകളിലും ഇപ്പോൾ 40 പവൻ ക്ലെയിം ചെയ്താലും 40 പവൻ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ബില്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. പിന്നെ അതുപോലെ തന്നെ മിക്ക കേസുകളും കുറേ നാൾ ഇങ്ങനെ ലോങ് പ്രൊസീജിയർ ആകുമ്പോഴത്തേക്ക് ഇവരൊരു മീഡിയേഷനുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് സുപ്രീം കോടതി ഒരു മീഡിയേഷൻ സെൻറ്റർ ഇവിടെ ഉണ്ട്, മീഡിയേഷൻ ആക്ട് ഉണ്ട്. അത് പ്രകാരം ഏകദേശം തിരുവനന്തപുരത്ത് വഞ്ചിയൂർ കോടതിയിൽ തന്നെ ഒരു 35ഓളം മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ മീഡിയേഷൻ വിടും. 60 days ആണ് മീഡിയേഷൻ പീരീഡ്. അപ്പോൾ അവർ 3 പ്രാവശ്യം ആദ്യം സംസാരിച്ച് നോക്കും. അപ്പോൾ സെറ്റിൽ ആവുമെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിക്കും. അപ്പോൾ മീഡിയേഷനിൽ സെറ്റിൽ ചെയ്യുമ്പോൾ ഈ മീഡിയേഷനിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എവിഡൻസിൽ വരുന്നില്ല. മീഡിയേഷനിൽ നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മീഡിയേഷനിൽ പറയാം. മീഡിയേഷനിൽ ആരും ജയിക്കുന്നുമില്ല, തോൽക്കുന്നുമില്ല. അവർക്ക് കക്ഷികൾക്കാണ് അവിടെ പ്രാമുഖ്യം. അപ്പോൾ കക്ഷികൾക്ക് പറയാം ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം റിയലായിട്ട് അപ്പോൾ പറയാം, അവൾ ഇത്ര ഗോൾഡ് ഓർണമെൻറ്റ്സ് എടുത്തിരുന്നു, ഭാര്യയുടെ അത്യാവശ്യമായിരുന്നുകൊണ്ട് അമ്മാവൻ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഭാര്യ സമ്മതിക്കുകയാണ്, അത് ഹസ്ബൻഡ് തന്നിരുന്നു എന്ന് സമ്മതിക്കുകയാണ് എങ്കിൽ അവിടെ നമ്മൾ ഈ കറക്റ്റ് എന്താ പറയുന്ന ബില്ലോ ഫോട്ടോയോ ഒന്നുമല്ല. അപ്പോൾ അവിടെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരികയും അവരുടെ പ്രൊസീജിയർ എളുപ്പത്തിലാവുകയും ആ മീഡിയേഷൻ റിപ്പോർട്ട് പ്രകാരം വിധിയാവുകയും ചെയ്യും. അപ്പോൾ അവരുടെ കേസസും തീരും, അവരുടെ പ്രശ്നങ്ങളും അവസാനിക്കും. മറ്റേതാണെങ്കിൽ നമ്മളെ വിസ്തരിച്ച് അത് കഴിഞ്ഞ് ആ വാദം പറഞ്ഞ് ജഡ്ജ്മെൻറ്റിനും എടുത്ത് ഏകദേശം ഒരു 3 വർഷമെങ്കിലും ലാഗ് ചെയ്ത് പോകും. ഈ മീഡിയേഷൻ പ്രൊസീജിയേഴ്സിലാവുമ്പോൾ കേസ് സെറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സെറ്റിലാവും. അതും കക്ഷികളുടെ ഓപ്ഷൻ അനുസരിച്ച്. അവിടെ മറ്റേത് ജഡ്ജിയാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഇവിടെ പാർട്ടീസിനെ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, അവസരമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചിലപ്പം എൻ്റെ കൗൺസിലിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, കല്യാണം കഴിഞ്ഞ ഓർണമെൻറ്റ്സ് എടുത്ത് അമ്മായിയമ്മ അവരുടെ ലോക്കറിൽ കൊണ്ടുവയ്ക്കുക അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലൊക്കെ വയ്ക്കും. അത് നിയമപരമായിട്ട് ശരിയായിട്ടുള്ള കാര്യമാണോ? നിയമപരമായിട്ട് ഒരിക്കലും ശരിയല്ലല്ലോ. ഇപ്പോൾ ഒരു ജോയിൻറ്റ് ലോക്കർ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പേരിൽ തുടങ്ങുകയാണെങ്കിൽ ഓക്കെയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ റിലേഷൻ നിൽക്കുന്നിടത്തോളം ആ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രസ്റ്റിന്മേലാണല്ലോ ഈ ബന്ധം നിലനിൽക്കുന്നത്. അപ്പം എപ്പോഴും നല്ലത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഭർത്താവിന് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ ഭാര്യയുടെ പേരിൽ തന്നെ മാത്രം ലോക്കർ എടുത്ത് കീയും കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിൽ പിന്നെ വേറൊരു പ്രശ്നം വരുന്നില്ല. അമ്മായിയമ്മയുടെ പേരിൽ ലോക്കർ എടുക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇവിടെ ഒരുപാട് കേസസ് അങ്ങനെ വന്നിട്ടുമുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഗോൾഡ് ഓർണമെൻറ്റ്സ് 150 പവൻ അമ്മായിയമ്മയുടെ ലോക്കറിൽ കൊണ്ടുവച്ച കേസുകളുണ്ട്. അവസാനം അത് സെറ്റിൽമെന്റ് തീരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ അമ്മായിയമ്മമാര് ഇങ്ങനെ ഈ ഗോൾഡ് എടുത്തൊക്കെ വയ്ക്കുന്നത് ശ്രദ്ധിക്കണം. അതെ അല്ലേ? അങ്ങനെ നമ്മളത് ചെയ്യാൻ പാടില്ല. കാര്യം മറ്റൊരു ഫാമിലിയിലെ കുട്ടിക്ക് അവരുടെ വീട്ടുകാർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അവരുടെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ കടം തീർക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്നതും ഒക്കെയാണ് പലപ്പോഴും വലിയൊരു മാരേജിൻ്റെ ഇഷ്യൂസിലേക്ക് എത്തുന്നത്. അതെ അതെ എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ചിന്തിക്കണം, അവർ ഈ കുട്ടിയുടെ പാരൻസ് ഈ ഗോൾഡായാലും പൈസയായിട്ടായാലും കാറായിട്ടായാലും ഒക്കെ കൊടുക്കുന്ന അവരുടെ ജീവിത കാലത്തുള്ള സമ്പാദ്യം അവരുടെ മകൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അവരുടെ മകളുടെ ഭാവി സുരക്ഷയാണ് അവരുദ്ദേശിക്കുന്നത്. അത് ഭർത്താവിൻ്റെ ബാധ്യതകളോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ബാധ്യത തീർക്കാനോ ഉള്ളതല്ല. ആ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതെപ്പോഴും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ, അങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയും. പലപ്പോഴും ഇങ്ങനെയുള്ള ഈ ഡിവോഴ്സ് ഇഷ്യൂസൊക്കെ കൂടുന്നതിൻ്റെ പിന്നിൽ മറ്റൊരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് വിശ്വാസം. അതാണ് എല്ലാ ബന്ധത്തിൻ്റെയും അടിസ്ഥാനം. അപ്പം ആദ്യത്തെ തുടക്കം തന്നെ പല ട്രസ്റ്റ് ഇഷ്യൂസും സ്റ്റാർട്ട് ചെയ്യും. ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡിൻ്റെ
വീട്ടിലെ കടം തീർക്കാൻ വേണ്ടി വൈഫിൻ്റെ ബന്ധുക്കളെ അറിയിക്കാതെ വൈഫ് ചിലപ്പോൾ ഹസ്ബൻഡിനെ സഹായിച്ചെന്നിരിക്കും. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ സ്വർണം തിരികെ കിട്ടാതിരിക്കുമ്പം വൈഫിന് ടെൻഷൻ തുടങ്ങും. വൈഫിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ചോദിക്കും, വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പം നീ ആ മാല ഇടാത്ത എന്താ, ഈ വള ഇട്ടുകൊണ്ട് വരാത്ത എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പം തൊട്ട് വൈഫിന് പ്രശ്നങ്ങൾ തുടങ്ങും. വൈഫിന് വെളി പറയാനും പറ്റൂല, ഹസ്ബൻഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, വീട്ടുകാരെയും സന്തോഷിപ്പിക്കണം. അങ്ങനത്തെ വല്ലാത്ത അവസ്ഥയിലുള്ള കേസുകളൊക്കെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് അറിയാതെ വൈഫ് സ്വർണ്ണം എടുത്ത് വീട്ടുകാരെ സഹായിക്കുന്ന പ്രവണത. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ജോയിൻ്റ് ലോക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡിന് അറിയണമെന്നില്ല, ഹസ്ബൻഡ് അറിയാതെ തന്നെ വീട്ടുകാർക്ക് സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ. കാര്യം കല്യാണം കഴിഞ്ഞ വീട്ടിൽ അവിടെയും കടവും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കാം. അങ്ങനെ വരുന്നതും ഇഷ്യൂസ് ഉണ്ടാവാറില്ലേ? ഉണ്ട്, അങ്ങനെയും ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഒരു കേസിൽ അങ്ങനെ തന്നെ വന്നിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് മാഡം പറഞ്ഞതുപോലെ ഒരു ബന്ധു വീട്ടിലോ അതോ റിസപ്ഷനോ എന്തോ പോകാൻ നേരത്ത് ഭർത്താവ് പറഞ്ഞ് കുറച്ചുകൂടെ ഓർണമെൻറ്റ്സ് 2 മാലയും ഒക്കെ ഇട്ട് വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ അവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെടുത്താണ്, ഞാനിവിടെ അലമാരിയിൽ വെച്ചിരുന്ന സ്വർണ്ണമാണ്, അത് കാണാനില്ല എന്ന് പറഞ്ഞു. അവസാനം അത് പോലീസ് ഇടപെട്ട് സംസാരിച്ച് അച്ഛനെ വിളിച്ചു വരുത്തിയപ്പം അച്ഛൻ്റെ കടം വീട്ടാനായിട്ട് മകള് തന്നെ എടുത്തു കൊടുത്തതായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പാവപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടുകാർ, ഭർത്താവിൻ്റെ അമ്മയോ അച്ഛനോ സഹോദരിയോ ഭർത്താവോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഈ കുട്ടിയും അച്ഛനും മാത്രം അറിഞ്ഞതാണ്. പക്ഷേ ഞാൻ പരിപൂർണമായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതം അച്ഛൻ തന്നെയാണ് പ്രശ്നത്തിലാക്കിയത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ കുറെ ഒഴിവാക്കാൻ ഈ സ്വർണത്തിനോടുള്ള ഒരു ഭ്രമം കുറച്ചാൽ തന്നെ ഏറെക്കുറെ വിവാഹ ജീവിതങ്ങൾ സക്സസ് ആവാറുമുണ്ട് അല്ലേ? അതെ, മലയാളികളുടെ സ്വർണ്ണഭ്രമം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ കാശുള്ള വീട്ടിലുള്ളവർ ഒരുപാട് സ്വർണ്ണം ഇടും. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കൊരു ആഗ്രഹം തോന്നുകയും കിടപ്പാടം പോലും വിറ്റിട്ട് അവർ സ്വർണം കൊടുക്കുകയും ചെയ്യും. അവസാനം ഇതൊന്നും ആർക്കും പ്രയോജനപ്പെടാതെ ഫാമിലി കോടതികളിലെ കേസുകളിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ സ്വർണ്ണഭ്രമം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ഒഴിവാക്കുന്നതാണ് മലയാളികൾക്ക് ഏറ്റവും നല്ലത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തി നേടാനായിട്ട്. അതെ, ഞാൻ ചില കേസുകളിൽ കണ്ടിട്ടുള്ളത്, ഇപ്പം ഭാര്യയുടെ സ്വർണം വിൽക്കും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡ് വിറ്റിട്ട് ഒന്നീ ഹസ്ബൻഡിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വസ്തു മേടിക്കുക. പക്ഷെ വൈഫിന് അത് ഒട്ടും താല്പര്യം കാണില്ല. അതും പലപ്പോഴും ഈ മാരേജ് ഇഷ്യൂസിലേക്ക് വരാറില്ലേ? ഉണ്ട്, അത് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളുടെ വീടിനടുത്താകുമ്പോൾ എപ്പോഴും അയാളുടെ വീട്ടുകാരുടെ ഇൻ്റർഫിയറൻസ് എപ്പോഴും ഇവരുടെ ലൈഫിലുണ്ടാകും. അപ്പോൾ പൊതുവെ രണ്ടുപേരുടെ വീട്ടിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിൽ വീട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് വസ്തു വാങ്ങിക്കുമ്പോൾ ഭാര്യയുടെ സ്വർണം ഉപയോഗിച്ചാണെങ്കിൽ അവരുടെ പേരിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. അല്ലെങ്കിൽ രണ്ടുപേരുടെയും ജോയിൻറ്റ് നെയിംസിൽ, ഇപ്പോൾ വസ്തു വാങ്ങിക്കുന്ന ഭർത്താവ് ഈ സ്വർണം ഉപയോഗിച്ചാണ് അയാളുടെ രൂപയ്ക്കാണെങ്കിൽ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരുടെയും ജോയിൻറ്റ് നെയിംസിൽ വാങ്ങിച്ചാൽ ഭാവിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം.